ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും പാലും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര വേണം. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ 4 വലിയ സ്പൂൺ പഞ്ചസാരയും 3 ഏലക്ക കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് ആ പൊടി ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് എടുക്കുമ്പോൾ നല്ല ഫ്ലേവറുള്ള പശുവിൻ നെയ്യനെ എടുക്കാം കേട്ടോ, ഡാൽഡ ഓയിലൊന്നും എടുക്കരുത്. നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് കാണുന്നത്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കൂലേ, അതിനേക്കാളും കുറച്ച് ടൈറ്റായിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ. കാരണം ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് അത്ര നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവ് ഈ പാല് ചേർത്ത് ആവശ്യത്തിന് പാല് ചേർത്ത് കുഴച്ച് നമുക്ക് ടൈറ്റായിട്ടുള്ളൊരു മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾസ് റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് നല്ലൊരു ഷേപ്പിന് വേണ്ടിയിട്ട്, ഷേപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലൊരു ഹാൻഡ് വിസ്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ പുരട്ടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ കാണാൻ. ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കത്തി വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമുക്കിത് റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ചുവയ്ക്ക് വ്യത്യാസം വരും. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാൻ. കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ പുറം ഭാഗം കണ്ട് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനിത് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. കാണാനൊരു ഭംഗിക്ക് ഒന്നുകൂടെ ഒരു ഗോൾഡൻ കളർ വേണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റവ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ, കസൂറപ്പം, റവ കേക്ക്, അതിൻ്റെയൊക്കെ പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്